യെസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ന്യൂട്രീഷൻസുള്ള കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ പൊന്നി റൈസാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി റൈസും യൂസ് ചെയ്യാം. ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്, കുതിർത്തി വെക്കുന്ന ആവശ്യമില്ല. പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഉള്ളി, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, 2 സ്പൂൺ നെയ്യ്, പിന്നെ മെയിനായിട്ട് കൊക്കനട്ട് ഞാനിവിടെ ഒരു 3/4 മുറി കൊക്കനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പച്ചപ്പട്ടാണി കടലയാണ്, ഒരു ഗ്ലാസ് പച്ചപ്പട്ടാണി കടല എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റൈസിൻസ് ആൻഡ് കാഷ്യൂ നട്ട്, പിന്നെ അതിലേക്ക് ഒരു ഉള്ളിയും. ഇനി നമുക്ക് കൊക്കനട്ട് പാലെടുക്കാം. അത് മിക്സിയിൽ വെള്ളം ചേർത്ത് അരച്ചെടുത്ത പാലാണിത്. തിക്ക് പാൽ വേണമെന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് വെള്ളത്തിന് പകരം 2 ഗ്ലാസ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തിക്ക് പാൽ വേണമെന്നില്ല, വെള്ളം ചേർത്ത് അരച്ചെടുത്ത പാലായാലും മതി. മാക്സിമം പാലെടുക്കാൻ നോക്കുക. ഞാനിവിടെ മാക്സിമം പാലെടുത്തിട്ടുണ്ട്. തിക്ക് പാലാകുമ്പോൾ നമുക്ക് ഒരുപാട് കൊക്കനട്ട് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുത്ത പാൽ മതി. അത് മാക്സിമം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാലെടുത്തിട്ട്. ഇനി ഞാനിവിടെ പ്രഷർ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. പ്രഷർ കുക്കറിലേക്ക് നെയ്യിട്ട് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റായ ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബനിയൻ ലീഫ് എല്ലാം ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. ഇനി നെയ്യ് പോരാത്തവർക്ക് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുക്കിംഗ് ഓയിൽ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 സ്പൂൺ നെയ്യ് മാത്രമേ യൂസ് ചെയ്യുന്നത്. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഒനിയൻ, അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ തന്നെ അത് റോസ്റ്റായി കിട്ടും. ഇതുപോലെ റോസ്റ്റായി കിട്ടും. ഇനി അതിലേക്ക് പച്ച പട്ടാണി കടല ആഡ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം പിന്നെ നമുക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്തു, അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോക്കനട്ട് മിൽക്ക് അത് ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ചേർത്ത് അരച്ചെടുത്ത പാലാണിത്. തിക്ക് പാൽ വേണമെന്നില്ല. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി വെച്ച ശേഷം എൻ്റെ കുക്കറിൻ്റെ വിസിൽ ഇവിടെ 4 വിസിലായ റൈസ് കറക്റ്റാവും. അത് ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അരി വേവാനുള്ളതിനനുസരിച്ചിട്ടുള്ള വിസിൽ വിടുക. എനിക്കിവിടെ ഒരു 3 അല്ലെങ്കിൽ 4 വിസിലാണ്. എനിക്കിവിടെ റൈസ് കുക്കായിട്ടുണ്ട്. 4 വിസിൽ വെച്ചിട്ടുണ്ട് ഞാനവിടെ. നമുക്ക് തുറന്ന് നോക്കാം. റൈസ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് വേവ്. നമുക്ക് കണ്ടാലേ മനസ്സിലാവും. ഇളക്കി നോക്കി നോക്കാം. ഇത് കറക്റ്റാണ്. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ റേഷ്യോ കറക്റ്റ് ആവുകൊണ്ടാണ്. ഇനി നമുക്ക് അതിലേക്ക് വറുത്ത് കൊട്ടാനുള്ള റൈസിൻസും കാഷ്യൂ നട്ടും റെഡിയാക്കാം. ഫസ്റ്റ് കാഷ്യൂ നട്ട് ഇട്ട് വറുത്ത ശേഷം അതിലേക്ക് റൈസിൻസ് ഇട്ട് കൊടുത്താൽ മതി. റൈസിൻസ് പെട്ടെന്ന് റോസ്റ്റായി കിട്ടും. അതുകൊണ്ട് രണ്ടും ഒപ്പം ഇടേണ്ട ആവശ്യമില്ല. രണ്ടും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമുക്കത് മാറ്റിയെടുത്ത് ആ നെയ്യിൽ തന്നെ നമുക്ക് ഒനിയൻ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒനിയൻ നല്ലപോലെ റോസ്റ്റ് ചെയ്യണം കേട്ടോ. ബ്രൗൺ കളർ ആവണ വരയ്ക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ ബിരിയാണി റൈസ് അതുപോലെ ഗീ റൈസ് എല്ലാറ്റിനും ചെയ്യുന്നത് പോലെ തന്നെ ഒനിയൻ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക.
ഒനിയനും ഇവിടെ റോസ്റ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒനിയനും അതേപോലെ നമ്മുടെ റോസ്റ്റഡ് ഐറ്റംസ് എല്ലാം റൈസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. കാരണം കോക്കനട്ട് മിൽക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബോഡിക്ക്, ഹെയറിനായാലും സ്കിന്നിനായാലും ആൾ ഓവർ ദ ബോഡി നമുക്ക് ഒരുപാട് ന്യൂട്രീഷൻസ് തരുന്ന ഒന്നാണ് കോക്കനട്ട് മിൽക്ക്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് പിന്നീട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ.